ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ഭൂരിഭാഗം നിർദ്ദേശങ്ങളും നടപ്പിലാക്കിയെന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നയം തികച്ചും സാമുദായിക വിരുദ്ധമെന്ന് SMYM സംസ്ഥാന സമിതി പറഞ്ഞു. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ക്രൈസ്തവർക്ക് വേണ്ടി, സാമുദായിക ഉന്നമനത്തിനു വേണ്ടിയെന്ന് പറയുന്ന ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പുറത്ത് വിടാതെയുള്ള ചർച്ച വിവരാവകാശത്തിന്റെ നിഷേധമാണെന്നും സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് അലക്സ് തോമസ് പറഞ്ഞു. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെയുള്ള ചർച്ചകൾ തികച്ചും തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നുള്ളത് SMYM സംസ്ഥാന സമിതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുകയാണെന്നും അതിന്റെ മുന്നോടിയായി അടുത്ത മാസം മുഖ്യമന്ത്രി ഒരു ചർച്ചായോഗം നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത് തികച്ചും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നുള്ളത് ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. സർക്കാരിന് അത്രമാത്രം ആത്മാർത്ഥതയുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ജെ.ബി. കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിച്ചുകൂടാ? ആദ്യം തന്നെ ഇവരിത് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കുകയും അതിന് സഭാ നേതാക്കന്മാർക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുവാനും അവലോകനങ്ങൾ നടത്തുവാനും അതിന്റെ ഭാഗമായി തന്നെ മുൻഗണനാ ക്രമത്തിൽ ഇത് കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ബഡ്ജറ്റിലൂടെ അതിനുവേണ്ടിയുള്ള ഫണ്ടുകൾ മാറ്റി വയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് പ്രസിദ്ധീകരിക്കാതെ നാളെ നടപ്പിലാക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇത് ക്രൈസ്തവ സമൂഹത്തോടുള്ള അവഗണന തന്നെയാണ്. ക്രൈസ്തവ സമൂഹത്തിലെ അധ്യാപകരോട് കാണിക്കുന്ന അവഗണന പോലെ തന്നെയാണ് ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെ ഇത് നടപ്പിലാക്കുന്നു എന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുവാനും ഇതിന് മുന്നോട്ട് ഇത് പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുവാനും അഭിനന്ദ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ SMYM സംസ്ഥാന സമിതിയുടെ യോഗം ഈ 21-ാം തീയതി കാക്കനാട് വെച്ച് നടപ്പിലാക്കുകയാണ്. അതിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രതിഷേധങ്ങളാണെങ്കിൽ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുവാനും എല്ലാം SMYM സംസ്ഥാന സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ വേണ്ടി കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച് 21-ാം തീയതി SMYM സംസ്ഥാന സമിതി എല്ലാ രൂപതാ ഡയറക്ടർമാരെയും പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കാൻ ആലോചിക്കുന്നു. അതിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ശക്തമായി എല്ലാ രൂപതകളിലും നടപ്പിലാക്കുവാൻ SMYM സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നു. ഇത് തികച്ചും ഒരു സമൂഹത്തോട് കാണിക്കുന്ന അവഗണന തന്നെയാണ്. ആ അവഗണന അല്ല എന്നുള്ളതും അവരെ ചേർത്ത് നിർത്തുവാൻ പോവുകയാണെന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് തന്നെയാണ് ഇത് പ്രസിദ്ധീകരിക്കാതെ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കണ്ടിട്ടും കേട്ടിട്ടും പ്രതിപക്ഷ സംഘടനകൾ മൗനം അവലംബിക്കുന്നതും ഒരു പ്രതിഷേധകരമായ കാര്യം തന്നെയാണ്. ഈ കാര്യത്തിൽ അവരുടെ ശബ്ദം പൊങ്ങുന്നില്ല, അവരുടെ നാവുകൾ പൊങ്ങുന്നില്ല. എല്ലാവരും ഇതിനെ ഒരു മൗനം അവലംബിക്കുമ്പോൾ സർക്കാരും ഈ തരത്തിലേക്ക് പോകുന്ന കാണുമ്പോൾ ക്രൈസ്തവ സമൂഹത്തോട് തികച്ചുമായിട്ടുള്ള ഒരു അവഗണന ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതോ. ഈ 21-ാം തീയതി നടക്കുന്ന തീരുമാനം എന്തു തന്നെയാണെങ്കിലും അത് എല്ലാ രൂപതകളും നടപ്പിലാക്കും എന്നുള്ളത് അറിയിക്കുന്നു. താങ്ക് യു.